പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ ഉദാഹരണം നമ്മുടെ അയോധ്യ കേസിന്റെ വിധി ഒന്ന്. കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാകത്തില്ലേ? യെസ്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം നോട്ട് ചെയ്യപ്പെട്ടാൽ കമ്മ്യൂണൽ റൈറ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെ കലാപമോ അടിയോ ബഹളമോ ഉണ്ടാകുമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് ബോണ്ട് വാങ്ങാം. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാം? അക്യൂസ്ഡ് കയ്യിൽ നിന്നും വാങ്ങാം. പിന്നെ അബറ്റ് ചെയ്തവരുടെ കയ്യിൽ നിന്നും വാങ്ങാം. മനസ്സിലായോ? ഓർ അബറ്റിംഗ് എനി സച്ച് ഒഫൻസ്, അബറ്റ് ചെയ്തവരുടെ കയ്യിൽ നിന്നും വാങ്ങാം. പിടികിട്ടിയോ? ഓക്കെ. അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് or abutter of an offense. Abetting any such offense and is of the opinion that it is necessary to take security from such person for keeping the peace. The court may at the time of passing the sentence. എപ്പം വാങ്ങാം? ഓർഡർ പാസ്സാക്കുമ്പം വാങ്ങാം. അതുകൊണ്ടാണ് അയോധ്യയുടെ കേസ് വിധിയാകുന്നതിന് മുമ്പ് തന്നെ പോലീസിന് സർക്കാരിനൊക്കെ ഡയറക്ഷൻ കൊടുത്തത്. ഓർഡർ ഹിം ടു എക്സിക്യൂട്ട് എ ബോണ്ട്. എന്ത് ചെയ്യണം? ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. വിത്ത് ഓർ വിത്തൗട്ട് ഷുവർട്ടീസ്. എന്താവാം? ഷുവർട്ടി ഉണ്ടെങ്കിലും ആകാം, ഇല്ലെങ്കിലും ആവാം. ഫോർ കീപ്പിംഗ് ദ പീസ് ഓഫ് സച്ച് പീരീഡ്. എത്ര പീരീഡിലേക്ക്? ആ പറയുന്ന പീരീഡിലേക്ക്. നോട്ട് എക്സീഡിങ് 3 years. ഓക്കെ. പരമാവധി എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. മനസ്സിലായോ? ഓക്കെ. അടുത്ത വായിച്ചേ. The offences referred to in subsection 1 are any offence punishable under chapter 8 of IPC other than an offence punishable under section 153A or section 153B or 154 thereof. B. Any offence which consists of or includes assault or using criminal force or committing mischief. Any offense of criminal intimidation. D. Any other offense which caused or was intended or not to be likely to cause a breach of the peace. Yes, നമ്മളെന്താ പറഞ്ഞേ? The offense referred to subsection 1. അപ്പോൾ ജില്ലാ കോടതിക്കും സെഷൻസ് കോടതിക്കും പിന്നെ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്സിനും ഏതിനൊക്കെ എന്ത് ചെയ്യാം? സെക്യൂരിറ്റി വാങ്ങാം, അല്ലേ? അതിൽ പറയുന്നത് എനി ഓഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 8 ഏതൊക്കെയാ വരുന്നേ? ചാപ്റ്റർ സെക്ഷൻ 8 അല്ല, ചാപ്റ്റർ 8. ചാപ്റ്റർ 8 ഏതൊക്കെ വരും? നോക്കിയോ? ഇല്ല. IPC കയ്യിലുണ്ടോ? ഇല്ലല്ലോ. ശരി, നോക്കൂ. ചാപ്റ്റർ 8 എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് നോക്കണം. നോക്കൂ. 7, 8. ചാപ്റ്റർ 8 എന്ന് പറഞ്ഞാൽ 141 to 171. 171 അല്ല, 160. അതാണ് ചാപ്റ്റർ 8. എന്തൊക്കെ വരും? അൺലോഫുൾ അസംബ്ലി വരും. ബീയിങ് എ മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി വരും. അൺലോഫുൾ അസംബ്ലിയുടെ പണിഷ്മെന്റ് വരും. ജോയിനിങ് അൺലോഫുൾ അസംബ്ലി വിത്ത് ഡെഡ്ലി വെപ്പൺ. ഞാൻ മൊത്തം വായിക്കുന്നില്ല. അത് 141 to 160 ഓഫ് IPC എന്ന് പഠിച്ചാൽ മതി. അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചു. 141 to 160 ഓഫ് IPC. അതിനുശേഷം other than the offense punishable under 153 or 153B of section 154 thereof. അതും 153Aയും 153Bയും 154 വരാത്ത എല്ലാം
കീപ്പിംഗ് പീസ് വാങ്ങാം, അല്ലേ? Okay. എനി ഒഫൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓർ ഇൻക്ലൂഡ്സ് അസോൾട്ട്. അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? Sometimes attack in. അസോൾട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഈസ് ആൻ അസോൾട്ട്. എന്റെ ബോഡിയിൽ ടച്ച് ചെയ്ത് ഭീഷണിപ്പെടുത്തിയാലോ? ബാറ്ററി. എനി ഒഫൻസ് ഓഫ് ക്രിമിനൽ ഇന്റിമിഡേഷൻ. ക്രിമിനൽ ഇന്റിമിഡേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കീപ്പിംഗ് പീസ് വാങ്ങാം. എനി ഒഫൻസ് ഓഫ് ക്രിമിനൽ ഇന്റിമിഡേഷൻ. മനസ്സിലായോ? അടുത്ത എന്തോ പറഞ്ഞേക്കുന്നേ? എനി ഒഫൻസ് ഓഫ് ക്രിമിനൽ ഇന്റിമിഡേഷൻ, എനി അതർ ഒഫൻസസ് വിച്ച് കോസ്റ്റ് or was intended to be known to be likely to cause a breach of peace. സമാധാന ലംഘനം നടക്കുമെന്ന് തോന്നുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ബോണ്ട് വാങ്ങാം. പിടികിട്ടിയോ? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരം നടക്കുകയാണ്. ബീച്ച് ഓഫ് പീസ് ഉണ്ടായിക്കൂടെ? ആ കേസിലാണ് ഒരാളെ ശിക്ഷിക്കുന്നതെങ്കിലും എന്ത് ചെയ്യാം? രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, അല്ലേ? അപ്പൊ അതിനും പീസ് വാങ്ങും. If the conviction is set aside on appeal or otherwise, the bond executed shall become void. ഇതിൽ നിന്നും അപ്പീൽ പോയാൽ, ജില്ലാ കോടതി, സെഷൻസ് കോടതിയിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെയും വിധിയാണല്ലോ. ഹൈക്കോടതിയിലേക്കോ ജില്ലാ കോടതിയിലേക്കോ അപ്പീൽ പോയാൽ ആ അപ്പീലിൽ കൺവിക്ഷൻ സെറ്റ് അസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഓൾറെഡി ഫോർഫിറ്റ് ചെയ്തു. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. ഈ കൺവിക്ഷൻ ഈ സെറ്റ് അസൈഡ്. ആരാ കൺവിക്ട് ചെയ്തേക്കുന്നേ? ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട്, അല്ലേ? അല്ലേ? അപ്പോ അപ്പീൽ എവിടെ പോവും? ഹൈക്കോടതിയിൽ, അല്ലേ? ഹൈക്കോടതി എന്ത് ചെയ്തു? ആ ഇത് റദ്ദ് ചെയ്തു, വിധി റദ്ദ് ചെയ്തു. അപ്പം ബോണ്ട് ഫോർഫിറ്റ് ചെയ്യും. ബോണ്ട് ഫോർഫിറ്റ് ചെയ്താൽ ബോണ്ട് വോയിഡ് ആവും. മനസ്സിലായോ? പിന്നെ ആരാ കൺവിക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, അല്ലേ? ഇപ്പൊ ജില്ലാ കോടതിയിൽ അപ്പീൽ പോവാം, അല്ലേ? ജില്ലാ കോടതി വിധി റദ്ദ് ചെയ്താൽ ഓൾറെഡി ബോണ്ട് വോയിഡ് ആവും. മനസ്സിലായോ? An order under this section may also be made by an appellate court or by a court when exercising its power of revision. റിവിഷൻ പവർ. എന്തുവാ റിവിഷൻ? അപ്പീൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് റിവിഷൻ, അല്ലേ? ഓക്കെ. റിവിഷൻ കോടതിയും ഇതാണ് ഓർഡർ അണ്ടർ ദി സെക്ഷൻ ഓൾസോ ബി മെയ്ഡ്. റിവിഷൻ കോടതിയെ കേൾക്കുന്നു. റിവിഷൻ കോടതി കേൾക്കുമ്പോഴും റിവിഷൻ കോടതിക്കും ഈ സെക്ഷൻ പ്രകാരം എന്ത് ചെയ്യാം? സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ഓൺ കൺവിക്ഷൻ എന്ന് പറഞ്ഞ 106 നടപ്പാക്കാവുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായോ? അടുത്ത 107 വായിച്ചേ. Security for keeping the peace in other cases. When an executive magistrate receives information that any person is likely to commit a breach of the peace or disturb the public tranquility or to do any wrongful act that may probably occasion a breach of the peace or disturb the public tranquility and is of opinion that there is sufficient ground for proceeding, he may, in the manner hereinafter provided, require such person to show cause why he should not be ordered to execute a bond
with or without surety for keeping the peace for such period not exceeding 1 year as the magistrate thinks fit. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? സെക്യൂരിറ്റി ഫോഴ്സ് കീപ്പിംഗ് പീസ് ഇൻ അതർ കേസസ്. 106 ഏതിനെ പറയുന്നത്? ചാപ്റ്റർ 8 കുറിച്ചാണ് അല്ലേ? ചാപ്റ്റർ 8 അല്ലാത്ത കേസുകളിലും സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് വേണമെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ഇനി പറയുന്നത് അല്ലേ? When an executive magistrate, അപ്പോൾ ആരൊക്കെയാ? കളക്ടർ, RDO പോലെയുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് receive information that any person is likely to commit a breach of the peace, സമാധാന ലംഘനം നടത്തും അല്ലേ എന്ന് തോന്നിയാൽ receives an information that any person is likely to commit, അങ്ങനെ കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാ പറഞ്ഞേ. കമ്മിറ്റ് ചെയ്തോ? ഇല്ല. ലൈക്ലി ടു കമ്മിറ്റ്, അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ലൈക്ലി ടു കമ്മിറ്റ് എ ബ്രീച്ച് ഓഫ് പീസ് ഓർ ഡിസ്റ്റർബ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി. പബ്ലിക് ട്രാങ്ക്വിലിറ്റിയെ ലംഘിക്കുമെന്ന് തോന്നിയാൽ, ഇതിനകത്ത് ഈ കിങ്ങിനകത്ത് മമ്മൂട്ടി പറയുന്ന വാക്കാണ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉടുമുണ്ടഴിച്ച് നടു റോഡിൽ ഉടുമുണ്ടഴിച്ച് നൃത്തമാടിയതിന് ഒഫൻസ് ഡിസ്റ്റർബ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി. അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ? ഒരാള് മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയപ്പോഴത്തേന് പോലീസുകാരെ കണ്ടപ്പോഴത്തേന് ഇയാൾ മുണ്ട് പൊക്കി മൂക്കിലങ്ങ് വെച്ച്. മാസ്ക് ഇടാത്തതിന് 20 രൂപയും പോലീസുകാരനെ മുണ്ട് പൊക്കി കാണിച്ചതിന് 1000 രൂപയും. എങ്ങനുണ്ട്? ഈ മുണ്ട് പൊക്കി കാണിക്കുന്നതിനാണ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഓർ ടു ഡു എനി റോങ്ഫുൾ ആക്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റോങ്ഫുൾ ആക്ട് ചെയ്താൽ ദാറ്റ് മേ ബി പ്രോബബ്ലി ഒക്കേഷൻ ഓഫ് ബ്രീച്ച് ഓഫ് പീസ്. അങ്ങനെ റോങ്ഫുൾ ആക്ട് ചെയ്യുന്നത് എന്താണെങ്കിൽ ബ്രീച്ച് ഓഫ് പീസ് ആവുമെങ്കിൽ or disturb the public tranquility as is the opinion that there is a sufficient ground to proceed. അങ്ങനെ അവനെതിരെ പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടി സഫീഷ്യന്റ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ he may in the manner hereinafter provided, ഇന്നിപ്പറയുന്ന രീതിയിൽ require such person to show cause, അയാളെ കാരണം കാണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. മനസ്സിലായോ? Why he should not be ordered to execute a bond. നിങ്ങൾ ഒരു ബോണ്ട് തരാതിരിക്കുന്നതിന് വേണ്ടി സഫീഷ്യന്റ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കണം. എങ്ങനെ? വിത്തൗട്ട് ഷുവർട്ടീസ്. മനസ്സിലായോ? ഓർ കീപ്പിംഗ് ദ പീസ് ഫോർ സച്ച് പീരീഡ് നോട്ട് എക്സീഡിങ് 1 year. 106 പറഞ്ഞേത്താ? 106 എത്ര പറഞ്ഞേ? 106 നമ്മുടെ ഏതാണ് ചാപ്റ്റർ 8 പറയുന്ന പ്രശ്നങ്ങളാണ് അറിയുന്നത്. എത്ര വർഷമാ പറഞ്ഞേ? 3 വർഷം. 3 വർഷം. 107 പ്രകാരം only 1 year. As the magistrate may think fit. അല്ലേ? അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് എത്ര വർഷത്തെ സെക്യൂരിറ്റിയെ വാങ്ങാൻ പറ്റൂ? എക്സിക്യൂട്ടീവിന് 1 വർഷത്തെ. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ? ജുഡീഷ്യലിന് 3 വർഷം. 3 വർഷം വരെ വാങ്ങാം. അതാണ് അതിന്റെ വ്യത്യാസം. മനസ്സിലായോ? ആസ് ദ മജിസ്ട്രേറ്റ് തിങ്ക് ഫിറ്റ്. പക്ഷെ അതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് 8 അല്ലാതെ എന്തിലും വാങ്ങാം. 8ഉം വാങ്ങാം, അല്ലാതെയും വാങ്ങാം. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൺവിക്ഷൻ ഉള്ള സമയത്തേ വാങ്ങാൻ പറ്റൂ. ഇവിടെ കൺവിക്ഷൻ വേണ്ട. ലൈക്ലി ടു കമ്മിറ്റ് ബ്രീച്ച് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലൈക്ലി ടു ഡിസ്റ്റർബ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലൈക്ലി ടു ഡു എനി റോങ്ഫുൾ ആക്ട്
പ്രോബബിളി ഒക്കേഷൻ ടു ഡിസ്റ്റർബ് ദ ബ്രീച്ച് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ മതി. Okay. മനസ്സിലായോ? Okay. ഓക്കെ, ശരി. അടുത്ത രണ്ട് വായിച്ചേ. And proceedings under this section may be taken before any executive magistrate when neither the place where the breach of the peace or disturbance is apprehended is within his local jurisdiction, or there is within such a jurisdiction a person who is likely to commit a breach of the peace or disturb the public tranquility or to do any wrongful act as aforesaid beyond such a jurisdiction. നോക്കൂ, പ്രൊസീഡിംഗ് അണ്ടർ ദി സെക്ഷൻ 107 പ്രകാരം ഒരു പ്രൊസീഡിങ്സ് നടത്തിയാൽ മേ ബി ടേക്കൺ ബിഫോർ എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. എവിടെ കൊണ്ടുപോകണം? Executive എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകണം. വെൻ എയ്തർ ദ പീസ് വേർ ദ ബ്രീച്ച് ഓഫ് പീസ് ഓർ ഡിസ്റ്റർബൻസസ് ഈസ് അപ്രിഹെൻഡഡ് ഈസ് വിത്തിൻ ഹിസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ. ആരുടെ ജൂറിസ്ഡിക്ഷനിലാണോ പീസ് ബ്രീച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പബ്ലിക് ട്രാങ്കുലിറ്റി ബ്രീച്ച് ചെയ്യാൻ പോകുന്നത്, അങ്ങ് ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നത്, ഈ ലോക്കൽ ജൂറിസ്ഡിക്ഷനുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. There is within such jurisdiction a person who is likely to commit a breach of the peace disturbed or the public tranquility or to any wrongful act is aforesaid beyond such jurisdiction. നോക്കൂ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ഒരാളാണ് എറണാകുളത്ത് വന്ന് ബ്രീച്ച് ഓഫ് പീസ് ഡിസ്റ്റർബ് ചെയ്യുന്നത് കരുതുക. അപ്പൊ അയാൾ എവിടെ കൊണ്ടുപോകും പിടിച്ചിട്ട്? എറണാകുളത്തെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി RDOയുടെ പരിധി കൊണ്ടുപോകും, അല്ലെങ്കിൽ എറണാകുളം കളക്ടറുടെ മുന്നിൽ കൊണ്ടുപോകും. മനസ്സിലായോ? അടുത്ത വായിച്ചേ 108. Surety for good behavior from persons disseminating seditious matters. When an executive magistrate receives information that there is within his local jurisdiction a person who within or without such jurisdiction, either orally or in writing or in any other manner, intentionally disseminate or attempt to disseminate or abets the dissemination of any matter, the publication of which is punishable. 108 എങ്ങനെ വായിച്ചേ? Security for good behavior from persons. നിങ്ങൾ ഷുവർട്ടിന്നാ വായിച്ചേ. Security for good behavior from person disseminating seditious matters. എന്തുവാ seditious matters? സർക്കാർ ഓഫീസിനെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, കേരള സർക്കാരിൻ്റെ പരമാധികാരത്തിനെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പരമാധികാരത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന മാറ്റേഴ്സ് അല്ലേ? സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫ്രം പേഴ്സൺ ഡിസിമിനേറ്റിംഗ് സെഡീഷ്യസ് മാറ്റേഴ്സ്. അതാണ് സെഡീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ. കേരളത്തിൽ when an executive magistrate receive an information that there is within his local jurisdiction any person who within or without such jurisdiction, ഒരാള് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ജൂറിസ്ഡിക്ഷനകത്ത് താമസിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ആ ജൂറിസ്ഡിക്ഷനിൽ താമസിക്കാത്ത ഒരാള് എന്ത് ചെയ്താൽ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇൻഫർമേഷൻ കിട്ടുന്നു, എന്ത് ചെയ്താൽ, എയ്തർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ്, ആ ഇൻഫർമേഷൻ ഓറലായി ലഭിച്ചാൽ, അല്ലെങ്കിൽ എഴുത്തിലൂടെ കിട്ടിയാൽ, in any other manner intentionally disseminate or attempt to disseminate or abet to disseminate. intentional ആയിട്ട് ഡിസിമിനേറ്റ് ചെയ്താൽ, intentionally disseminate or attempt to disseminate or abet to disseminate any matter the publication of which is punishable under section 124A, 153A, 153B, 295A of the Indian Penal Code. 124A എന്താ? IPC ഇല്ല അല്ലേ കയ്യില്? ഇല്ല. 124A നോക്കിക്കോ.
124A, conspiracy to commit offense punishable under section 121. 121 എന്താ പറയുന്നത്? വേജിങ് വാർ ഓർ അറ്റംപ്റ്റിംഗ് വേജ് വാർ, അബറ്റിംഗ് വേജ് വാർ അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായിക്കുക, യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതാണ് 121. അടുത്ത എന്താ? 153A. 153A നോക്കിക്കോ. 153A, imputation, assertion, prejudicial of national integration. ദേശീയ ഉദ്ഗ്രഥനത്തിനെതിരെ പ്രവർത്തിക്കുക. അടുത്ത 153B. 153B എന്താ? imputation, assertion, prejudice of national integration. അതും അത് തന്നെ കേട്ടോ. 153A എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് റിലീജിയൻ, റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ലാംഗ്വേജ്. ഭാഷയിൽ രണ്ട് വ്യത്യാസമുള്ളവരെ എനിമിയാക്കുക. ഒരു പ്രദേശത്ത് താമസിക്കുന്ന രണ്ട് സ്ഥലക്കാരെ എനിമിയാക്കുക. ജനിച്ച സ്ഥലത്തിന്റെ പേരിൽ എനിമിയാക്കുക. ഓക്കെ. റൈസ് വർഗത്തിന്റെ പേരിൽ എനിമിയാക്കുക, മതത്തിന്റെ പേരിൽ എനിമിയാക്കുക. അതിനുവേണ്ടി എന്ത് പരത്തിയാൽ ഇമ്പ്യൂട്ടേഷൻ പരത്തിയാൽ. ആൻഡ് ഡൂയിങ് ആക്ട് പ്രൊഡ്യൂസ് മെയിൻ്റെനൻസ് ദ ഹാർമണി, ജനങ്ങൾ തമ്മിലുള്ള ഹാർമണി നശിപ്പിച്ചാൽ. ഒഫൻസ് കമ്മിറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് വർഷിപ്പ്, പ്ലേസ് ഓഫ് വർഷിപ്പിൽ ഇങ്ങനെ ഒഫൻസ് നടത്തിയാൽ. ഈ നമ്മുടെ വരുൺ ഗാന്ധിയെ അറിയാമോ? വരുൺ ഗാന്ധിയെ, വരുൺ ഗാന്ധി ഒരു 10 വർഷമായി കാണും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ മായാവതി ഭരിക്കുന്ന സമയത്ത് അവിടെ പോയൊരു വിവാദ പ്രസംഗം നടത്തിയായിരുന്നു. ഓർമ്മയുണ്ടോ? ഹിന്ദുവിനെ തൊട്ടാൽ, ഏതെങ്കിലും മുസ്ലിം ഒരു ഹിന്ദുവിനെ തൊട്ടാൽ ആ മുസ്ലിമിന്റെ കൈ ഞങ്ങൾ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്നതാണ്. ആ പ്രസംഗം ഇങ്ങനെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മായാവതിയാണ്. മായാവതി അപ്പോഴേ DGP വിളിച്ചിട്ട് പറഞ്ഞ ആ പ്രസംഗം തീർന്ന് ഇറങ്ങുമ്പോഴേ അറസ്റ്റ് ചെയ്ത് അങ്ങ് അകത്തോട്ടെ കിട്ടാതെ 153B അടക്കമുള്ള വകുപ്പുകൾ ചാർജ് ചെയ്തു. അമ്മ മേനകാ ഗാന്ധി കാണാൻ ചെന്നപ്പോ കാണാൻ വിളിച്ചില്ല. ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 153B പ്രകാരം ഒരുത്തനെ പൊക്കി അകത്ത് വെക്കാം. അവനെ കണ്ടോ? Our security for good behavior for person disseminating seditious matters 108 കണ്ടോ? ആൻഡ് 295A നോക്കൂ. ഇനി 295A പറഞ്ഞു. പിന്നെ അയാൾ ഉത്തർപ്രദേശിൽ അവരിറങ്ങുന്നത് വരെ മിണ്ടിയിട്ടില്ലല്ലോ അവിടെ ചെന്നിട്ട്. ഇതിപ്പോ ആര് ഭരിക്കുന്നു എന്നല്ല, ചെയ്യേണ്ട പണി കൃത്യമായിട്ടൊക്കെ ചെയ്താൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുകയല്ല. അതിനനുസരിച്ച് നിയമം കൂടെ ഉണ്ട്. പക്ഷെ നിയമം നടപ്പാക്കാൻ നമുക്ക് താല്പര്യമില്ലല്ലോ. എന്റെ പാർട്ടിക്കാരനാ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നിയമം നടപ്പാക്കും? താണ്ടെ പോക്സ്കോ കേസ് ചാർജ് ചെയ്ത ഒരാളെ ജാമ്യം കിട്ടിയില്ലേ? അപ്പോഴത്തേന് പോക്സോ ചാർജ് ചെയ്ത ഒരു BJP പ്രവർത്തകന് ജാമ്യം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പോഴത്തേന് അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അപ്പുറത്തിട്ടേക്കുന്നതെന്ന് അറിയാമോ? പോക്സോ കേസ് പ്രകാരം ഒരു മുസ്ലിമിന് ജാമ്യം കിട്ടിയിട്ടാ കൗണ്ടർ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? എടാ, നിനക്ക് ഒഫൻസ് ചെയ്യാമെങ്കിൽ എനിക്ക് ഒഫൻസ് ചെയ്യാന്നാണ് അർത്ഥം അല്ലേ? എന്ത് തെമ്മാടിത്തരം കാണിക്കുന്ന അറിയാമോ? അടുത്ത് നോക്കിയേ. 295A, deliberate and malicious act intending to outrage the religious feeling of any class by insulting or religious belief. മതവിശ്വാസങ്ങളെ, മതചിഹ്നങ്ങളെ ഒക്കെ എന്തുകൊണ്ട്
ഡിലിബറേറ്റ് ചെയ്തുകൊണ്ട് അവരെ മലീഷ്യസ് ആക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയാൽ 124, 153, 153B, 295A ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഈ വകുപ്പ് പ്രകാരവും എന്ത് ചെയ്യാം? സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫ്രം പേഴ്സൺ ഡിസിമിനേറ്റിംഗ് സെഡീഷ്യസ് മാറ്റർ. മനസ്സിലായോ? അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? Any matter concerning a judge acting or purporting to act in the discharge of his official duties, which amounts to a criminal intimidation or defamation under the IPC 1860. നോക്കൂ, ഒരു ജഡ്ജി പ്രവർത്തിക്കുകയാണ്. എനി മാറ്റർ കൺസേണിംഗ് ജഡ്ജ് ആക്ടിംഗ് പർപ്പറേറ്റ് ടു ആക്ട് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി വിച്ച് എമൗണ്ട് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഡിഫമേഷൻ അണ്ടർ സെക്ഷൻ 45 of 1860. ഒരു ജഡ്ജിയുടെ പ്രവർത്തനത്തെ ഡിഫമേറ്ററി മാറ്റർ പറഞ്ഞാൽ, അല്ലെങ്കിൽ വിധി പറഞ്ഞിട്ട് ഇറങ്ങി വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയെ ശുംഭനെന്ന് വിളിച്ചില്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? അതിന് സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് വാങ്ങാൻ അവരുടെ അടുത്ത് നിന്ന്. ഓക്കെ, അടുത്തത് 3 എന്ത് പറഞ്ഞേക്കുന്നേ? മൂന്നല്ല 2. Produce, publishes or keeps for sale, imports, exports, conveys, sells, let to hire, distributes, publicly exhibits, or in any other manner puts into circulation any obscene matter such as is referred to in section 292 of IPC. 292 എന്തുവാ? സെയിൽ ഓഫ് ഒബ്സീൻ ബുക്ക്. എന്തോ ഒബ്സീൻ? അശ്ലീല പുസ്തകങ്ങൾ, അശ്ലീല സാധനങ്ങൾ വിൽക്കുക അല്ലേ? മേക്സ്, അശ്ലീല സാധനങ്ങൾ ഉണ്ടാക്കിയാൽ, പ്രൊഡ്യൂസ് ചെയ്താൽ, ഉൽപ്പാദിപ്പിച്ചാൽ, പബ്ലിഷ് ചെയ്താൽ, ഓർ കീപ്സ് ഇൻ സെയിൽ, കച്ചവടത്തിന് വേണ്ടി വെച്ചാൽ, ഇമ്പോർട്ട് ചെയ്താൽ, ഇറക്കുമതി ചെയ്താൽ, എക്സ്പോർട്ട് ചെയ്താൽ, കയറ്റി അയച്ചാൽ, കൺവേ ചെയ്താൽ, വേറൊരാളുമായി എന്ത് ചെയ്താൽ, കൺവേ ചെയ്താൽ, സെല്ല് ചെയ്താൽ, കച്ചവടം ചെയ്യാൽ, ലെറ്റസ് ഹയർ, വാടകയ്ക്ക് വാങ്ങിയാൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, വിതരണം ചെയ്താൽ, പബ്ലിക്കലി എക്സിബിറ്റ്, ഇതൊന്നും ചെയ്യുന്നില്ല, പൊതുവായി പ്രദർശിപ്പിച്ചാൽ, ടു എനി അതർ മാനർ പുട്സ് ഇൻ ടു സർക്കുലേഷൻ, മറ്റേതെങ്കിലും രീതിയിൽ സർക്കുലേറ്റ് ചെയ്താൽ, നെറ്റിൽ പബ്ലിഷ് ചെയ്താലും മതി. സർക്കുലേഷൻ അല്ലേ? എനി ഒബ്സീൻ മാറ്റർ സച്ച് ആസ് റെഫേർഡ് ഇൻ സെക്ഷൻ 292 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് 45 of 1860. അങ്ങനെ ഒബ്സീൻ സാധനങ്ങൾ എടുത്താലും ആർക്കെന്ത് ചെയ്യാം? സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് വാങ്ങാം അല്ലേ? ദി മജിസ്ട്രേറ്റ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് there is a sufficient ground for proceeding, the magistrate may in the manner therein provided require such a person to show cause why should not to ordered to execute a bond. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനോടും ചോദിക്കാം, ഒരു നോട്ടീസ് കൊടുത്തിട്ട്, why should not order to execute a bond with or without sureties for such his goods behavior of such period not exceeding 1 year as the magistrate then fit. അയാൾക്കും എന്ത് ചെയ്യാം? 1 വർഷത്തേക്ക് നല്ല നടപ്പല്ല, സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസിന് വേണ്ടി ബോണ്ട് വെക്കാതിരിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് കൊടുക്കാം? ഷോക്കോസ് കൊടുക്കാം. മനസ്സിലായോ? അടുത്ത വായിച്ചേ. ഒരു വർഷം കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും 1 വർഷം കൂടെ കൊടുക്കും. അയാൾ മര്യാദയ്ക്ക് ആവുകയാണെങ്കിൽ ബോണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അടുത്തത് 2. No proceeding shall be taken under this section against the editor, proprietor, printer, or publisher of any publication registered under and edited, printed and published in conformity with the rules laid down in the Press and Registration of Books Act
1867 with reference to any matter contained in such publication except by the order or under the authority of the state government or some officer empowered by the state government in this behalf. നമ്മളെന്തോ പറഞ്ഞേ, നമ്മൾ മുമ്പേ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് 1867 1868 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി തന്ന രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് പ്രകാരം പ്രൊഹിബിറ്റഡ് അല്ലെങ്കിൽ with reference to any matter contained in such publication except the order under the authority of the state government of the some officer empowered to by the state government in this behalf. ഇങ്ങനെയൊക്കെ ഏതാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രയർ ഓർഡർ പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇടപെടാൻ പാടുള്ളൂ. മനസ്സിലായോ? നോ പ്രൊസീഡിംഗ് ഷാൽ ബി ടേക്കൺ അണ്ടർ ദി സെക്ഷൻ. എഡിറ്റർക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, പ്രൊപ്രൈറ്റർക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, പ്രിന്റർക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, പബ്ലിഷർക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. എനി പബ്ലിക്കേഷൻ രജിസ്റ്റേർഡ് അണ്ടർ ആൻഡ് എഡിറ്റർ പ്രിന്റഡ് പബ്ലിഷ്ഡ് ഇൻ കൺഫോമിറ്റി ദ റൂൾസ് ലേഡ് ഡൗൺ ദ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബുക്സ് ആക്ട് 1867. മനസ്സിലായോ? യെസ്. ഇപ്പൊ മലയാള മനോരമ പത്രത്തിലൊക്കെ അല്ലാതെ ഇതുപോലെ അതോറിറ്റി ഇല്ലാത്തവർ പബ്ലിഷ് ചെയ്യും ഡിഫമേറ്ററി മാറ്റേഴ്സ്. മനസ്സിലായോ? അതോറിറ്റി ഇല്ലാത്തവരാണല്ലോ കൂടുതലും പബ്ലിക്കേഷൻ നടത്തുന്നത് ഇവിടെ. അതോറിറ്റി ഉള്ളവരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ലെന്നേ. അവര് റൂൾസും ചട്ടങ്ങളും ഒക്കെ നോക്കി പ്രശ്നം വരുവാണെങ്കിൽ അത് നേരെ അവരുടെ ലീഗൽ സെല്ലിലൊക്കെ അയച്ച് അതിനുശേഷം അവര് ചെയ്യുള്ളൂ. ഇത് അൺഓതറൈസ്ഡ് പബ്ലിക്കേഷൻസ് ആവശ്യം പോലെ ഉണ്ടെന്നേ. ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? കോഴിക്കോട് സ്ഥലം അറിയുമോ? പോയിട്ടുണ്ടോ? ഹലോ ബാലു, കോഴിക്കോട് പോയിട്ടുണ്ടോ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കോഴിക്കോട് അവിടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ഈ തറയിൽ വെക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ ആള് വരും. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തേ മാനാഞ്ചിറയിൽ, കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്ത് മാനാഞ്ചിറ അടുത്ത് തറയിൽ പുസ്തകങ്ങൾ ഇട്ട് വെക്കുന്ന ആൾക്കാർ വരും. അവരോട് ഏത് പുസ്തകം ചോദിച്ചാലും അവർ തരും. ലോകത്ത് എവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ പകുതി വിലക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അൺഓതറൈസ്ഡ് പബ്ലിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? മലയാള മനോരമ ഇയർ ബുക്കിന് 500 രൂപയാണെങ്കിൽ അവരോട് എന്ന് ചോദിച്ചാൽ അതുപോലുള്ള പുസ്തകം അവർ 250 രൂപയ്ക്ക് തരും. ദാറ്റ് ഈസ് അൺഓതറൈസ്ഡ് പബ്ലിക്കേഷൻ. പിടികിട്ടിയാ? പിടിച്ചാ കേസ് എടുക്കില്ല. പിന്നെ പിടിച്ചാ കേസ് എടുക്കുന്നേ. പിടിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. പിടിച്ചാൽ കേസൊക്കെ എടുക്കും. ആര് പിടിക്കാൻ പോകുന്നു? അതായത് സ്വപ്ന തിരുവനന്തപുരം മുതൽ വാളയാറ് വരെ ഓടിയിട്ട് കേരള പോലീസ് വെച്ച ഒരു ക്യാമറയിലും അവർ പെട്ടില്ല. അല്ലേ? തിരുവനന്തപുരം മുതൽ വാളയാറ് വരെ എത്ര ക്യാമറ കാണും ബാലു? അതൊരു വിചിത്രമായ സംഭവം അല്ലേ? അപ്പൊ ചിലതൊന്നും പെടുകയല്ല. ശരി. 109 security for good behavior from suspected persons.
When an executive magistrate receives an information that there is within his local jurisdiction a person taking precautions to conceal his presence, and that there is reason to believe that he is doing so with a view to committing a cognizable offence, the magistrate may, in the manner herein after provided, requires such person to show cause why he should not be ordered to execute a bond, or with Yes. or without sureties for his good behavior for such period, not exceeding 1 year, as the magistrate thinks fit. യെസ്, നമ്മളെന്താ പറഞ്ഞേ? സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫ്രം സസ്പെക്റ്റഡ് പേഴ്സൺ. സസ്പെക്റ്റഡ് പേഴ്സൺ എന്ത് ചെയ്യണം? ഗുഡ് ബിഹേവിയറിന് വേണ്ടി സെക്യൂരിറ്റി ചെയ്യണം. സംശയമുണ്ട് അല്ലേ? അപ്പോൾ ഞാനും ബാലുവും ഹൈക്കോടതിയിൽ, നിങ്ങൾ സ്റ്റാഫും, ഞാൻ അവിടുത്തെ വക്കീലുമാണ്. ഇവിടുത്തെ പോലീസിലെ ഒരു ഓഫീസർക്ക് ഒരു സംശയം, ഞാനും നിങ്ങളും ആരാണ്? മാവോയിസ്റ്റുകളാണ്. അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് അവരുടെ ഇല്ല. അവർക്ക് എങ്ങനെ നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് 109 പ്രകാരം എന്ത് ചെയ്യാം? സെക്യൂരിറ്റി വാങ്ങാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാനും നിങ്ങളും മാവോയിസ്റ്റ് അല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഹൈക്കോടതിക്കും അറിയാം അല്ലേ? എങ്കിലും when an executive magistrate receives information that there is within his local jurisdiction a person taking precaution to conceal his presence, ഒരാള് നമ്മുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരാള് അവിടെ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നു, കൺസീൽ ഹിസ് പ്രസൻസ്, ഒളിവിൽ താമസിക്കുന്നു, and that there is a reason to believe that he is doing so with a view to committing a cognizable offense. അയാൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒളിച്ചിരിക്കുന്നത്? അയാൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വാട്ട് ഈസ് കോഗ്നിസബിൾ ഒഫൻസ്? പോലീസ് ക്യാൻ അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് വാറണ്ട് അല്ലേ? ദ മജിസ്ട്രേറ്റ് മേ, മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ, ഇൻ ദ മാനർ ഹിയർ ആഫ്റ്റർ പ്രൊവൈഡഡ്, താഴെ പറയുന്ന രീതിയിൽ, റിക്വയർ സച്ച് പേഴ്സൺ ടു ഷോ why he should not ordered to execute a bond. നിങ്ങളൊരു ബോണ്ട് വെക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മതിയായ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓർഡർ തരാം. എങ്ങനെ? വിത്ത് ഓർ വിത്തൗട്ട് ഷുവർട്ടീസ് ഓർ ഹിസ് ബിഹേവിയർ ഓഫ് സച്ച് പീരീഡ്. അപ്പോൾ നമ്മളെ സംശയത്തോടെ ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നോക്കുന്നത് 2 വർഷത്തേക്കാണെങ്കിൽ 2 വർഷം ബോണ്ട് വെക്കാൻ പറ്റത്തില്ല, 1 വർഷമല്ലേ വെക്കാൻ പറ്റൂ അല്ലേ? 1 വർഷത്തേക്ക് ബോണ്ട് വെക്കാം. നോട്ട് എക്സീഡിങ് 1 ഇയർ ആസ് ദ മജിസ്ട്രേറ്റ് തിങ്ക് ഫിറ്റ്. മജിസ്ട്രേറ്റ് 6 മാസത്തേക്ക് വാങ്ങാം, പരമാവധി 1 വർഷം വരെ നമ്മുടെ കയ്യിൽ നിന്ന് ബോണ്ട് വാങ്ങാം. മനസ്സിലായോ? അടുത്ത വായിച്ചേ. Security for good behavior from habitual offenders. When executive magistrate receives information that there is within his local jurisdiction a person who is by habit a robber, housebreaker, thief, forger, or is by habit a receiver of stolen property, knowing the same to have been stolen, or habitually protects or harbors thieves, or aids in the concealment or disposal of stolen property, or habitually commits or attempts to commit or abet the commission of the offense of kidnapping, abduction, extortion, cheating, or mischief, or any offense punishable under Chapter 12 of IPC under Section 489A, 489B, Section 489C, or Section 489D of that code, or habitually commits an attempt to commit or abets the commission of offences involving breach of the peace, or habitually commits or attempt to commit or abets the commission of any offense under one or more of the following acts, namely: A. The drugs
and Cosmetics Act 1940. B. Foreign Exchange Regulation Act 1973. The Employees Provident Funds and Miscellaneous Provisions Act 1952. The Prevention of Food Adulterants Act 1954. The Essential Commodities Act 1955. The Untouchability Offences Act 1955. The Customs Act 1962. The Foreign Act 1946. Any offence punishable under other law provided for the prevention of hoarding and profiting or of adulteration of food or drugs or of corruption, or is so desperate and dangerous as to render his being at large without security hazardous to the community. Such magistrate may, in the manner hereinafter provided, require such persons to show cause why he should not be ordered to execute a bond without sureties for his good behavior for such period not exceeding 3 years, as the magistrate thinks fit. നോക്കൂ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? When an executive magistrate അല്ലെ 110 അല്ലേ, receive information that there is within his local jurisdiction a person who by habitual robber, സ്വഭാവം തന്നെ റോബറിയാണ്, സ്വഭാവം കൊണ്ട് ഹൗസ് ബ്രേക്കറാണ്, സ്വഭാവം കൊണ്ട് കള്ളനാണ്, സ്വഭാവം കൊണ്ട് ഫോർജറി നടത്തുന്നയാളാണെങ്കിൽ, 2, ബൈ ഹാബിറ്റ് റിസീവ് സ്റ്റോളൻ പ്രോപ്പർട്ടി, അയാൾ ഈ സ്റ്റോളൻ പ്രോപ്പർട്ടി മാത്രമേ വാങ്ങൂ. നോയിങ് ദ സെയിം ഹാവ് ബീൻ സ്റ്റോളൻ, അത് മോഷണം മുതലാണ് അല്ലെങ്കിൽ സ്റ്റോളൻ പ്രോപ്പർട്ടി ആണ് എന്ന് അറിഞ്ഞുകൊണ്ടേ വാങ്ങും. സ്റ്റോളൻ പ്രോപ്പർട്ടി സെക്ഷൻ എത്രയാ? ഒന്നുമല്ല. സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ton of IPC. മനസ്സിലായോ? 4 ton of IPCയിലാണ് സ്റ്റോളൻ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഹാബിച്വലി പ്രൊട്ടക്ട്സ്, സ്വഭാവം കൊണ്ട് തന്നെ ഹാർബർ സ്റ്റീഫ്. എന്തുവാ ഹാർബർ? യെസ്, കള്ളന്മാരെ ഒളിപ്പിച്ചു വെക്കുക. ഹാർബർ സ്റ്റീഫ്, കള്ളന്മാരെ ഒളിപ്പിക്കൽ. ഓർ റെയ്ഡ്സ് ഇൻ കൺസീൽമെന്റ് ഓഫ് ഡിസ്പോസൽ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി, മോഷണം മുതൽ സൂക്ഷിച്ചു വെക്കുക, അത് വിൽക്കുന്നതിന് സഹായിക്കുക. ഓർ ഹാബിച്വലി കമ്മിറ്റ്സ് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ്, സ്വഭാവം തന്നെ കമ്മിറ്റ്. എന്ത് കമ്മിറ്റ്? ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഓർ അബർ ദ കമ്മീഷൻ ഓഫ് ഒഫൻസ് ഓഫ് കിഡ്നാപ്പിംഗ്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് ഉള്ള ശ്രമം നടത്തും, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിന് സഹായിക്കും. അബ്ഡക്ഷൻ ചെയ്യും, അബ്ഡക്ഷന് വേണ്ടി സഹായിക്കും, അല്ലെങ്കിൽ ആ പണി ചെയ്യും, അല്ലേ? അല്ല, എക്സ്റ്റോർഷൻ ചെയ്യും, എക്സ്റ്റോർഷന് സഹായിക്കും, എക്സ്റ്റോർഷന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യും. ചീറ്റിംഗ്, അതും കമ്മീഷൻ, അറ്റംപ്റ്റ്, അബെറ്റ്, അല്ലേ? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യുക, അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ പേരിപ്പിക്കുക, അബെറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ചീറ്റിങ്ങിലും കമ്മീഷൻ, അറ്റംപ്റ്റ്, അബെറ്റ്, അല്ലേ? മിസ്ചീഫ്, കമ്മീഷൻ, attempt, abet, or any offense punishable under section 7 of Indian Penal Code or under section 489A. എന്തുവാ 489A? എന്ന് പറഞ്ഞാൽ counterfeiting currency notes or bank note. ബാങ്ക് നോട്ട് വ്യാജമായി അടിക്കുക. 498B എന്താ? യൂസിങ് ജെന്യൂൻ ഫോർജ്ഡ് counterfeit currency note ആസ് ബാങ്ക് നോട്ട്. കൗണ്ടർഫീറ്റ് കറൻസി നോട്ടുകളും ബാങ്ക് നോട്ടുകളും ജെന്യൂൻ ആണ് എന്ന് കരുതി ചെയ്യുക. 498C എന്ന് പറഞ്ഞാൽ എന്തുവാ? പൊസഷൻ ഓഫ് 489 98 അല്ല.
Okay. 489D എന്ന് പറഞ്ഞാൽ എന്താ? മേക്കിംഗ്, പൊസസിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഫോർജറിങ് കൗണ്ടർഫിറ്റ് കറൻസി നോട്ട് ഓർ ബാങ്ക് നോട്ട്. മനസ്സിലായോ? യെസ്. അങ്ങനെ കൗണ്ടർഫിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കുറ്റം ചെയ്താലും അവന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങാം? സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ വാങ്ങാം. മനസ്സിലായോ? അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? ഹാബിച്വലി കമ്മിറ്റ് അല്ലേ? അയാൾ ഹാബിച്വലി കമ്മിറ്റ് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ അബറ്റ് കമ്മീഷൻ ഓഫ് ഒഫൻസ് ഇൻവോൾവ് ഇൻ ബ്രീച്ച് ഓഫ് പീസ്. സാധാരണ തന്നെ ബഹളം ഉണ്ടാക്കലാണ് പരിപാടി അല്ലേ? habitually commit or attempt to commit or abet the commission of any offense under one or more of the following acts. ഏതൊക്കെയാ? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. എന്തുവാ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറഞ്ഞ? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറഞ്ഞത് എന്താണ് ഡ്രഗ്സ് എന്ന് പറഞ്ഞത്? അത് പറ. വാട്ട് യു മീൻ ബൈ ഡ്രഗ്? മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന മെഡിസിൻ ഡ്രഗ് ആണോ? അതിലും ഡ്രഗ്സ് ഉണ്ടാകും, പക്ഷേ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? സൗന്ദര്യവർദ്ധന വസ്തുക്കൾ. മനസ്സിലായോ? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്സ്, അതായത് ഇംഗ്ലീഷ് മരുന്നുകളും സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഉണ്ടാക്കുന്ന 23 1940 23 ആക്ട്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പുസ്തകം. 2500 രൂപ വിലയാണ് ആ പുസ്തകം. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. ഞാൻ കേസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാ. അടുത്ത ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് 1973. അതിനെന്ത് പറയും? ഫെറ എന്ന് പറയും. ഫെറ. അത് ഫെറ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റി ഫെമയാക്കി. ഫെമ. The Employees Provident Fund and Family Pension Fund Act. Employees Provident Fund എന്തുവാ? EPF അല്ലേ? Employees Provident Fund. The Prevention of Food Adulteration Act 1954. Essential Commodities Act. In Untouchability Offence Act 1955. Okay. അടുത്തത് the Customs Act. Customs Act 1962 പ്രകാരമാണ് ആരെ പൊക്കിയേക്കുന്നത്? സ്വപ്നയെയും കൂട്ടാളികളെയും പൊക്കിയേക്കുന്ന കസ്റ്റംസ് ആക്ട് പ്രകാരം. ഫോറിനേഴ്സ് ആക്ട് 1946. വിദേശികൾ വന്നാൽ അവരെങ്ങനെ പെരുമാറണം എന്നത്. Any offenses punishable under any other law provider of the prevention of hoarding, profiling, adulteration of food and drugs in corruption. ഈ പറഞ്ഞ നിയമവും അല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും നിയമപ്രകാരവും എന്തൊക്കെ സംഭവിച്ചാൽ ഹോർഡിങ്, ഓഫ് പ്രൊഫൈലിംഗ് ഓർ അഡൾട്രേഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രഗ്സ് ഓർ കറപ്ഷൻ ഉണ്ടെങ്കിൽ, ഡ്രഗ്സിൽ അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ, ഫുഡിൽ അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ, പ്രൊഫൈലിംഗ് ഉണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യാം? സെക്യൂരിറ്റി ഫോഴ്സ് ഓഫ് ഗുഡ് ബിഹേവിയർ നടത്താം. മനസ്സിലായോ? അടുത്തത് any offense punishable under any other law for providing for the prevention and hoarding, profiling, adulteration of food and drugs and corruption. അത് തൊട്ട് വെളി പറഞ്ഞതാ അല്ലേ? അടുത്തത് is so despite and dangerous as to the render his being at large without security hazardous of the community. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ വാങ്ങിയില്ലെങ്കിൽ അയാൾ സമൂഹത്തിനൊരു ഹസാർഡായി മാറുമെന്ന് തോന്നിയാൽ അയാളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങാം? ഗുഡ് ബിഹേവിയർ വാങ്ങാം. മനസ്സിലായോ? സച്ച് മജിസ്ട്രേറ്റ് മേ, അങ്ങനെയുള്ള മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഇൻ ദ മാനർ ഹിയർ ഇൻ ആഫ്റ്റർ പ്രൊവൈഡഡ്, ഇതിന് ശേഷം പറയുന്ന മാനർ അനുസരിച്ച്
റിക്വയർ സച്ച് പേഴ്സൺ ടു ഷോ കോസ് കൊടുക്കണമെന്ന് പറയാം. എന്തിനു ചെയ്യാം? വൈ ഹി ഷുഡ് നോട്ട് ഓർഡേർഡ് ടു എക്സിക്യൂട്ട് എ ബോണ്ട്. നിങ്ങൾക്ക് ബോണ്ട് തരണം എന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടി മതിയായ കാരണമുണ്ടോ എന്ന് ചോദിക്കാം, അല്ലേ? വിത്ത് ഷുവർട്ടീസ് ഫോർ ഹിസ് ഗുഡ് ബിഹേവിയർ ഫോർ സച്ച് പീരീഡ് നോട്ട് എക്സീഡിങ് 3 years. എത്ര വർഷം വരെ? 3 വർഷം വരെ. 3 വർഷം വരെ. അപ്പോൾ 110 പ്രകാരം എത്ര വർഷത്തേക്കാ? 3 വർഷം. 109 പ്രകാരം 9 വർഷം. 1 വർഷം. 110 പ്രകാരം എത്ര വർഷത്തേക്കാ സെക്യൂരിറ്റി വാങ്ങുന്നേ? 110 വെച്ച് 3 വർഷം. 3 വർഷം. 109 പ്രകാരം 1 വർഷം. 1 വർഷം സെക്യൂരിറ്റി ചോദിക്കാം. മനസ്സിലായോ? ഓക്കെ. അതിനകത്ത് കമന്റ് ഉണ്ടോ ബുക്കിൽ? ഉണ്ട്. The court must have specific facts and must be satisfied that counter petitioner is sure to commit offences mentioned if he is not kept in custody. Gopalan Ajari versus State of Kerala, AAR 1981, Supreme Court 674, Supreme Court SCC 649, 1981, SCCR R 338. നമ്മൾ എന്തോ പറഞ്ഞേക്കുന്നത് ഇവിടെ? നമ്മൾ പറഞ്ഞത് the court must be specify the facts and must be satisfied that the counter petition is sure to commit the offense mentioned if he is not kept in custody. അങ്ങനെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ബോണ്ട് ചെയ്തില്ല കസ്റ്റഡിയിൽ എടുക്കുന്ന കുഴപ്പമ്പോഴേക്കും എന്ത് ചെയ്യണം? The court must be specify the facts, must be satisfied that the counter petition is sure to commit the offense of intent. Counter petition എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റേറ്റ് ആണ്, അല്ലേ? അതിൽ കോടതി അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി എന്താ പറഞ്ഞേ? The court must have specify that he must be satisfied that the counter petition is sure to commit offences mentioned in the counter petition എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് അയാൾ വ്യക്തി, പെറ്റീഷൻ സ്റ്റേറ്റ്. ബാലു, petition state, counter petitioner person. Counter petitioner must commit an offense if he is not keep in custody. അയാളെ പിടിച്ച് അകത്ത് വെച്ചില്ലെങ്കിൽ അയാൾ ഒഫൻസ് ചെയ്യുമെന്ന് ആര് പറഞ്ഞിരിക്കണം? സ്റ്റേറ്റ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായി? അടുത്ത വായിച്ചേ. Order to be made. When a magistrate acting under Section 107, Section 108 and 109, 110 deems it necessary to require any person to show cause under such a section, he shall make an order in writing, setting forth the substance of the information received, the amount of the bond to be executed, the time for which it is to be enforced, and the number, character, and class of sureties, if any, required. വായിച്ചോ? ഓർഡർ ടു ബി മെയ്ഡ്, ഓർഡർ ഉണ്ടാക്കണം. എങ്ങനെയാ? 111 പ്രകാരം. When the magistrate acting under section 107 പ്രകാരം ഒരു മജിസ്ട്രേറ്റ് ആക്ട് ചെയ്താൽ ആരാ? 107 മജിസ്ട്രേറ്റ് ആരാ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. നോക്ക്, 107 മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണോ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. സെക്ഷൻ 108 മജിസ്ട്രേറ്റ് ആരാ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. 109 മജിസ്ട്രേറ്റ് ആരാ?
9 എക്സിക്യൂട്ടീവിനാണ്. അതും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അപ്പോൾ 107(8)(9) പ്രകാരം ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പ്രവർത്തിക്കുമ്പോൾ ആൻഡ് സെക്ഷൻ 1010 അത് ആരാ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അങ്ങനെ ഒരു മജിസ്ട്രേറ്റ് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡീംസ് ഇറ്റ് നെസസറി ടു റിക്വയർ എനി പേഴ്സൺ ടു ഷോ കോസ് അണ്ടർ സച്ച് സെക്ഷൻ he shall make an order in writing setting forth the substance of the information received, the amount of bond to be executed, and then for which it is not in full, and the number of character and the class of sureties if any required. അങ്ങനെ ഒരു ബോണ്ട് വെക്കണമെന്ന് പറഞ്ഞല്ലോ, വിത്തോർ ഷുവർട്ടീസ്. എത്ര രൂപ വേണം, എത്രയുള്ള ആള് വേണം, ആളിന്റെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കണം എന്ന് ആര് പറയണം? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറയണം. മനസ്സിലായോ? മനസ്സിലായി. ശരി. 112 വായിച്ചേ. Procedure in respect of a person present in court. If the person in respect of whom such order is made is present in court, it shall be read over to him, or if he so desires, the substance thereof shall be explained to him. Yes. നമ്മളെന്താ പറഞ്ഞേ? പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് എ പേഴ്സൺ പ്രസന്റ് ഇൻ കോർട്ട്. കോടതിയിൽ ഹാജരാക്കുന്നവർക്ക് എന്ത് പ്രൊസീജിയർ സ്വീകരിക്കാം? If a person in respect of whom such order is made in the present in court, അങ്ങനെ ഓർഡർ പ്രകാരം ഒരാൾ കോടതിയിൽ ഹാജരായാൽ it shall be read over, എന്തിനാ വായിക്കണം? To him, അയാളെ വായിച്ച് കേൾപ്പിക്കണം. Or if he so desires, ഞാൻ കേൾക്കണ്ട, എൻ്റെ വക്കീൽ കേട്ടാൽ മതി എന്ന് അയാൾ പറഞ്ഞാൽ വക്കീലിനെ വായിച്ച് കേൾപ്പിക്കണം. അല്ലേ? The substance thereof shall be explained. ഇപ്പോൾ അയാളെ വായിച്ച് കേൾപ്പിക്കാൻ ജഡ്ജി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് താല്പര്യം കാണിക്കാൻ എന്താണെന്നറിയാമോ? അയാളെ വായിച്ച് കേൾപ്പിച്ചാൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം. വക്കീലിനെ വായിച്ച് കേൾപ്പിക്കുവാണെങ്കിൽ ചറവറ വായിച്ച് കേൾപ്പിച്ചാൽ മതി, പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. പറഞ്ഞു കൊടുക്കണം നിർബന്ധമില്ല, കാരണം വക്കീലത് അറിഞ്ഞിരിക്കണമെന്നാ അവിടെ വായിച്ച് കേൾപ്പിച്ചാൽ. ഓക്കെ. ആൻഡ് എക്സ്പ്ലെയിൻഡ് ടു ഹിം, എന്ത് ചെയ്യണം? വായിച്ച് കേൾപ്പിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. കോടതി പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോയിട്ടില്ല. കോടതി പോയിട്ടില്ലെങ്കിൽ അവിടെ ബഹു രസമാണ്. ഇത് ഇങ്ങനെ വായിക്കും, എന്നിട്ട് ചോദിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും ഇല്ല എന്ന് പറയും. അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുവാണോ അതെനിക്ക് വായിച്ച മനസ്സിലായില്ലെന്ന് പറയുവാണോ? അതുകൊണ്ട് ഞാൻ എൻ്റെ കക്ഷിയോട് മുമ്പേ പറയും, വായിച്ചത് മനസ്സിലായില്ല എന്ന് പറയണമെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് ജുഡീഷ്യൽ ഓഫീസർ എന്നെ ഇങ്ങനെ നോക്കും, കാണിച്ചു തരാം, അടുത്ത കേസാകട്ടെ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അപ്പൊ പതുക്കെ വായിച്ചു കൊടുക്കണം, അവിടുത്തെ പണി കഴിയൂ. വായിച്ച് കേൾപ്പിച്ചത് പറയും വക്കീൽ പറഞ്ഞു തരും കേട്ടോ, നമ്മൾ അവർക്ക് മനസ്സിലായില്ല എന്ന് വീണ്ടും പറയാതിരിക്കാൻ വേണ്ടി. ബാക്കിയൊക്കെ വക്കീലിനോട് ചോദിച്ചാൽ മതി, വക്കീലിന്റെ പേപ്പർ കൊടുക്കുന്നുണ്ട്, വക്കീൽ പറഞ്ഞിരുന്നു. മനസ്സിലായോ? കോടതിയിലൊക്കെ പോയി നോക്കണം, ബഹു രസമാണ്. പേരും അവന്റെ പേരും അവന്റെ അച്ഛന്റെ പേരും വീട്ടുപേരും വായിക്കുന്ന മനസ്സിലാവും, വേറെ ഒന്നും മനസ്സിലാകത്തില്ല. അടുത്ത summons or warrant in the case of person not so present. Yes. If such a person is not present in court, the magistrate shall issue a summons requiring him to appear, or when such a person is in custody, a warrant directing the officer in whose custody he is to bring him before the court, provided that whenever it appears to such magistrate upon the report of a police officer or upon other information, the substance of which report or information shall be recorded by the magistrate, that there is reason to fear
the commission of a breach of the peace, and that such breach of the peace cannot be prevented otherwise than by the immediate arrest of such person. The magistrate may at any time issue warrant for his arrest. Yes. എന്തു നമ്മൾ പറഞ്ഞേ? Summons present ചെയ്തില്ലെങ്കിൽ summonsലെ in case of person is not so present. അപ്പോ ഒരാളെ നമ്മൾ പറഞ്ഞല്ലോ ബോണ്ട് കൊടുക്കണമെന്ന്. അയാൾ കോടതിയിലോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുമ്പിലോ ഹാജരായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാ ഇനി പറയുന്നത്? എന്ത് ചെയ്യും? ഈ സച്ച് പേഴ്സൺ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ കോർട്ട്, ദ മജിസ്ട്രേറ്റ് ഷാൽ ഇഷ്യൂ എ സമൺസ് റിക്വയർ ഹിം ടു ബി അപ്പിയർ. എന്ത് ചെയ്യണം? അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടി പ്രൊഡക്ഷൻ വാറണ്ട് അയക്കണം. വെൻ സച്ച് പേഴ്സൺ ഈസ് ഇൻ കസ്റ്റഡി, അപ്പോൾ വാറണ്ട് അയക്കുമ്പോഴാണ് പോലീസുകാർ പറയുന്നത് അയാൾ കസ്റ്റഡിയിലാണെന്ന്. അങ്ങനെയെങ്കിൽ എ വാറണ്ട് ഡയറക്റ്റിംഗ് ഓഫീസറിന് ഹൂസ് കസ്റ്റഡി ഹി ഈസ് ടു ബി ബ്രിങ് ഹിം ബിഫോർ ദ കോർട്ട്. അവനെ കോടതി കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കയക്കണം? ജയിൽ സൂപ്പറിന് വാറണ്ട് അയക്കണം. മനസ്സിലായോ? അടുത്തത് പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും whenever it appears to the magistrate, മജിസ്ട്രേറ്റിന്റെ ദൃഷ്ടിയിൽ വരുമെങ്കിൽ upon the report of a police officer, എന്തിന്റെ അടിസ്ഥാനത്തിൽ? പോലീസ് ഓഫീസർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തോന്നിയാൽ thereupon the information, the substance of which the report or information shall be recorded by the magistrate, shall there is a reason to fear the commission of breach of the peace, and that such a breach of peace cannot be prevented otherwise than an immediate arrest of a person. അയാളെ അറസ്റ്റ് ചെയ്യാതെ സമൻസ് അയച്ച കാര്യം നടക്കത്തില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ദി മജിസ്ട്രേറ്റ് മേ അറ്റ് എനി ടൈം ഇഷ്യൂ ദ വാറണ്ട് ഫോർ ഹിസ് അറസ്റ്റ്. അങ്ങനെയെങ്കിൽ അയാളുടെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല? സമൺസിനും അപ്പിയറൻസിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല. എന്തയച്ചാ മതി? എന്തയച്ചാ മതി? വാറണ്ട് അയച്ചാ മതി. മനസ്സിലായോ? യെസ്. അടുത്തത് വായിച്ചേ. 14. Copy of order. അല്ലല്ല, ക്ലിയർ ആസ് കമന്റ്സ് ഉണ്ടോ അതിനകത്ത്? Okay, it is as clear as day that before taking steps for arrest, the magistrate must have reasons to fear the commission of breach of the peace, and it must appear to him that such breach of peace cannot be prevented otherwise than by immediate arrest of the alleged person. It is incumbent upon the magistrate to record an order in writing showing satisfaction for the steps taken under the proviso to section 113 of the Criminal Procedure Code. Dibakar Naik versus Pushpa Lada Patel, 1997, 3, crimes 107, Orissa. Yes. നോക്കൂ, it is clear as the day that before taking steps for arrest the magistrate have reason to fear commission of a breach of peace, and it is must appear him that such a breach of peace cannot be prevented otherwise than by immediate arrest of the alleged person. അയാളെ അറസ്റ്റ് ചെയ്യാതെ അവിടുത്തെ പീസ് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മജിസ്ട്രേറ്റിന് തോന്നിയാൽ ഇറ്റ് ഈസ് ഇൻക്യുബന്റ് അപ്പോൺ ദ മജിസ്ട്രേറ്റ് റെക്കോർഡ് ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ്. അത് കൃത്യമായി ഓർഡറായി എഴുതി കൊടുക്കണം. എങ്ങനെയാ? സാറ്റിസ്ഫാക്ഷൻ ഫോർ സ്റ്റെപ്പ് ടു അണ്ടർ ദ പ്രൊവിസോ 113 ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. 113 പ്രൊവിസോ പ്രകാരം അത് എഴുതി തയ്യാറാക്കി കൊടുക്കണം. എങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് കേസിലാ പറഞ്ഞേ? ദിബക്കർ നായിക് പുഷ്പലത പട്ടേൽ എന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ?
അപ്പോ ഈ 113 എഴുതുമ്പോൾ ദീപക് നായക് വേഴ്സസ് പുഷ്പലത 1997 എന്ന കേസും കൂടി എഴുതി വെച്ചാൽ ഫുൾ മാർക്കിന് കിട്ടും. പിന്നെ എഴുതേണ്ടി വരില്ല. അടുത്ത വായിച്ചേ 114. Copy of order to accompany summons or warrant. Every summons or warrant issued under section 113 shall be accompanied by a copy of the order made under section 111, and such copy shall be delivered by the officer serving or executing such summons or warrant to the person served with or arrested under the same. Yes, ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നേ? 114. The copy of order to accompany summons or warrant. Every summons or warrant issued under section 113. ഏതെങ്കിലും സമൺസോ വാറണ്ടോ 113 പ്രകാരം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ be accompanied by a copy of the order made under section 111. എന്ത് പ്രകാരം? 111 പ്രകാരം കോപ്പി കൊടുക്കണം. ആൻഡ് സച്ച് കോപ്പി ഷാൽ ബി ഡെലിവേർഡ് ബൈ ദ ഓഫീസർ സർവിങ് ഓർ എക്സിക്യൂട്ടിംഗ് സച്ച് സമൺസ്. ആ കോപ്പി ആരുടെ കൊടുക്കണം? വാറണ്ടോ സമൺസോ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം. ടു ദ പേഴ്സൺ സർവ്ഡ് വിത്ത് ഓർ അറസ്റ്റഡ് അണ്ടർ ദ സെയിം. അറസ്റ്റ് ചെയ്യുന്നതിന് വ്യക്തിക്കോ അല്ലെങ്കിൽ ആർക്കോ ആക്കോ കോപ്പി കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഓഫീസർ പോയി ബി എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനാണ് പോവുക. അയാൾക്ക് കോപ്പി കൊടുത്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ഇനി കൊണ്ടുപോകുന്നു. അപ്പൊ കോപ്പി അരിഞ്ഞു കൊണ്ടുവരും. കോപ്പി അവിടെ വെച്ചിടിഞ്ഞു വരും. അപ്പൊ നമ്മൾ അപ്പഴ മനസ്സിലാക്കേണ്ടത് എന്തറിയാമോ? അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, കുടുംബക്കാരെ അറിയിക്കണം. ആ കണ്ടീഷൻ എല്ലാം അവിടെ പാലിച്ചിരിക്കണം. റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേട്ടില്ലേ? അതിലെ എല്ലാ കണ്ടീഷനും പാലിക്കണം. ശരി, അടുത്ത വായിച്ചേ. Power to dispense with personal attendance. The magistrate may, if he sees sufficient cause, dispense with the personal attendance of any person called upon to show cause why he should not be ordered to execute a bond for keeping the peace or for good behavior, and may permit him to appear by a pleader. Yes, അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? പവർ ടു ഡിസ്പെൻസ് വിത്ത് ദ പേഴ്സൺ അറ്റൻഡൻസ്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഹാജരാകേണ്ട ഒരു വ്യക്തിയുടെ പ്രസൻസ് ഡിസ്പെൻസ് ചെയ്യാം, കോടതിക്ക് മാറ്റി വെക്കാം. അതാണ് ഡിസ്പെൻസ് ചെയ്യുക. പവർ ടു ഡിസ്പെൻസ് വിത്ത് പേഴ്സണൽ അറ്റൻഡൻസ്. പേഴ്സണലായ അറ്റൻഡൻസ് കോടതിക്ക് ഡിസ്പെൻസ് ചെയ്യുക. എങ്ങനെയാണെങ്കിൽ ദ മജിസ്ട്രേറ്റ് മേ, if he seems sufficient. ഹലോ, ഞാൻ തസ്നി അല്ല. ആരെയാ നിങ്ങൾക്ക് വേണ്ടേ? Power to dispense with personal attendance. The magistrate may be, if he seems sufficient cause. മജിസ്ട്രേറ്റിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഡിസ്പെൻസ് വിത്ത് ദ പേഴ്സണൽ അറ്റൻഡൻസ് ഓഫ് ദ പേഴ്സൺ. പേഴ്സന്റെ പേഴ്സണൽ അപ്പിയറൻസ് എന്ത് ചെയ്യാം? ഡിസ്പെൻസ് ചെയ്യാം. കോൾഡ് അപ്പോൺ ടു ഷോ കോസ് വൈ ഹി ഷുഡ് നോട്ട് be ordered to execute a bond for keeping the peace for good behavior and may permit him to appear by a pleader. എന്നിട്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിനോട് പ്ലീഡർ വഴി ഹാജരാവാൻ പറയാം.
മനസ്സിലായോ? ആവശ്യപ്പെടാം. ആ ഓക്കെ ഓക്കെ. അടുത്തത് Inquiry as to truth of information. ഉം. When an order under section 111 has been read or explained under section 112 to a person in court, or when any person appears or is brought before a magistrate in compliance with or in execution of a summons or warrant issued under section 113, the magistrate shall proceed to inquire into the truth of the information upon which action has been taken, and to take such further evidence as may appear necessary. ശരി, അത്ര നിൽക്കട്ടെ. 116 പറയുന്നത് when an order under section 111 101 പ്രകാരം ഒരു ഓർഡർ ഇടുന്നതിന് മുമ്പേ has been read or explained under section 112 the person in court, ഒരാൾക്ക് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ, or when any person appears or brought before the magistrate in compliance with, അത് പ്രകാരം ഒരാളെ മജിസ്ട്രേറ്റ് കോടതിയിലല്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായാൽ, വിത്ത് ഓർ ഇൻ എക്സിക്യൂഷൻ ഓഫ് ദ സമൺസ് ഓർ വാറണ്ട്, സമൺസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടോ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടോ ഒരാൾ ഹാജരായാൽ, ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 113 പ്രകാരമുള്ള ഇഷ്യൂ ചെയ്ത പ്രകാരം ഒരു സമൺസിലോ വാറണ്ടിലോ ഒരാൾ ഹാജരായാൽ, ദ മജിസ്ട്രേറ്റ് ഷാൽ പ്രൊസീഡ് ടു എൻക്വയർ ദ ട്രൂത്ത് ഓഫ് ദ ഇൻഫർമേഷൻ. മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ട്രൂത്തിനെ കുറിച്ച് എൻക്വയറി നടത്തണം, അല്ലേ? And has been taken or to take such further evidence as may be appear necessary. വേണമെങ്കിൽ എന്ത് ചെയ്യണം? എവിഡൻസും എടുക്കണം. ഇങ്ങനെയൊക്കെ കേസ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വക്കീലിനെ വെച്ച് ഹാജരായിട്ട് ഐ ആം കണ്ടക്ടിങ് ദ കേസ് എന്ന് പറയും. ഞാൻ കേസ് നടത്തിക്കൊള്ളാം, ജാമ്യം എടുത്ത് കേസ് നടത്തിക്കൊള്ളാം എന്ന് പറയും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കേസ് മനസ്സിലായില്ല അല്ലേ? When an order under section 111 is read and explained, section 112 person in the court, 112 പ്രകാരം ഒരാൾ കോടതിയെ ഹാജരാക്കി, അല്ലേ? 111 പ്രകാരം വായിച്ചു കേട്ടു, എക്സ്പ്ലെയിൻ ചെയ്തു. അല്ലെങ്കിൽ 113 പ്രകാരം അയാളെ സമൻസോ വാറണ്ടോ അയച്ചു വരുത്തി, അല്ലേ? അങ്ങനെ വരുത്തിയാൽ മജിസ്ട്രേറ്റ് അയാൾ എന്ത് ചെയ്യും? വെറുതെ അങ്ങ് വന്ന് ഹാജരാകുകയല്ല ചെയ്യുന്നത്. ഒരു വക്കീലിനെ കൊണ്ടുവന്ന് പറയും, എൻ്റെ കക്ഷി നിരപരാധിയാണ്, ഞാൻ ജാമ്യം എടുക്കും, ജാമ്യം എടുത്ത് കേസ് നടത്തിക്കൊള്ളാം എന്ന് പറയും. മനസ്സിലായോ? ഐ ആം മൂവിങ് ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് വക്കീല് പറയും. അങ്ങനെ വക്കീല് പറഞ്ഞാൽ ഈ വിഷയത്തെ കുറിച്ച് അയാൾക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവൻ ഇവിടെ കുട്ടിച്ചോറാക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് എന്ത് ചെയ്യണം? എൻക്വയറി നടത്തണം. മനസ്സിലായോ? എൻക്വയറി നടത്തണം. എവിഡൻസ് ഈസ് നെസസറി, എവിഡൻസ് ആവശ്യമാണെങ്കിൽ എവിഡൻസും എടുക്കണം. പിടികിട്ടിയോ? യെസ്. അടുത്ത വായിച്ചേ. 2. Such inquiry shall be made as nearly as practicable in the manner hereinafter prescribed for conducting trial and recording evidence in summons cases. നോക്കൂ, such inquiry shall be made. അങ്ങനെയുള്ള എൻക്വയറി എന്ത് ചെയ്യണം? ഇങ്ങനെ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? ആസ് നിയർലി ആസ് മേ ബി പ്രാക്ടിക്കബിൾ, എത്രയും പെട്ടെന്ന് പ്രായോഗികമായ രീതിയിൽ ഉണ്ടാക്കണം. ഇൻ ദ മാനർ ഹിയറിനാഫ്റ്റർ പ്രിസ്ക്രൈബ്ഡ്, താഴെ പറയുന്ന രീതിയിൽ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? ഫോർ കണ്ടക്ടിങ് ട്രയൽ ആൻഡ് റെക്കോർഡിംഗ് എവിഡൻസ് ഇൻ ദ സമൺസ് കേസ്. സമൺസ് കേസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. മനസ്സിലായോ?
Okay. യെസ്, അടുത്തത്. Okay. 3. After the commencement and before the completion of the inquiry under subsection 1, the magistrate, if he considers that the immediate measures are necessary for the prevention of a breach of the peace or disturbance of the public tranquility or the commission of any offences or for the public safety, may for reasons to be recorded in writing, direct the person in respect of whom order under section 111 has been made to execute a bond with or without sureties for keeping the peace or maintaining good behavior until the conclusion of the inquiry, and may detain him in custody until such bond is executed or in default execution until the inquiry is concluded, provided that a no person against whom proceedings are not being taken or taken under section 108, 189, 110 shall be directed to execute a bond or maintaining good behavior. B. The conditions of such bond, whether as to the amount thereof or as to the provisions of sureties or the number of or the number thereof or the pecuniary extent of their liability, shall not be more onerous than those specified in the order under section 111. യെസ്, നോക്കൂ. ആഫ്റ്റർ ദ കമൻസ്മെന്റ്, ആ കമൻസ്മെന്റിന് ശേഷം, the before the completion of the enquiry under section 1, ആ സെക്ഷൻ 1 പ്രകാരം എൻക്വയറി കംപ്ലീറ്റ് ചെയ്താൽ, the magistrate, ആ മജിസ്ട്രേറ്റ്, if he considers the immediate measures are necessary for prevention of breach of peace, ബ്രീച്ച് ഓഫ് പീസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, എന്ത് ചെയ്യുന്നതിന് വേണ്ടി, ഇമ്മീഡിയറ്റ് മെഷേഴ്സ് ആവശ്യമാണെങ്കിൽ, ഓർ ഡിസ്റ്റർബൻസ് ഓഫ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി, പബ്ലിക് ട്രാങ്ക്വിലിറ്റി ഡിസ്റ്റർബ് ചെയ്യുന്നതിന് വേണ്ടി ബ്രീച്ച് ഓഫ് പീസ് ആവശ്യമാണെങ്കിൽ, ദ കമ്മീഷൻ ഓഫ് എനി ഒഫൻസ് ഓഫ് പബ്ലിക് സേഫ്റ്റി, പബ്ലിക് സേഫ്റ്റിക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, മേ ഫോർ റീസൺ ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ്, അതിൻ്റെ റീസൺ റെക്കോർഡ് ചെയ്തതിന് ശേഷം, എഴുതി തയ്യാറാക്കിയതിന് ശേഷം, ഡയറക്ട് ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം ദ ഓർഡർ അണ്ടർ സെക്ഷൻ 111 ഹാസ് ബീൻ മെയ്ഡ്. എന്താണെങ്കിൽ ഡയറക്ട് ദ പേഴ്സൺ, അയാളോട് പറയാം, ഹൂം അണ്ടർ സെക്ഷൻ 111 ഹാസ് ബീൻ മെയ്ഡ് ടു എക്സിക്യൂട്ട് എ ബോണ്ട്, അയാളുടെ എന്ത് ചെയ്യാം, ബോണ്ട് വെക്കാൻ പറയാം, വിത്ത് ഓർ വിത്തൗട്ട് ഷുവർ, സെൽഫ് ബോണ്ടിലോ അല്ലെങ്കിൽ 2 ഷുവർട്ടിയുടെ ബോണ്ട് വെക്കാം. ആൻഡ് കീപ് ദ പീസ് ടു മെയിൻറ്റെയിൻ ഗുഡ് ബിഹേവിയർ, നിങ്ങൾ മര്യാദയ്ക്ക് നടക്കണം എന്നും പറയാം. ആൻഡ് അണ്ടിൽ ദ കൺക്ലൂഷൻ ഓഫ് എൻക്വയറി, എവിടെ വരെ, എൻക്വയറി തീരുന്നത് വരെ മര്യാദയ്ക്ക് നടക്കണം. ആൻഡ് മേ ഡിറ്റൈൻ ഹിം ഇൻ കസ്റ്റഡി, വേണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡി വെക്കാം. അണ്ടിൽ സച്ച് ബോണ്ട് ഈസ് എക്സിക്യൂട്ടഡ്, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാം, കസ്റ്റഡി വെക്കാം. ഇൻ ഡിഫോൾട്ട് ഓഫ് എക്സിക്യൂഷൻ ആൻഡ് എൻക്വയറി ഈസ് കൺക്ലൂഡഡ്. മനസ്സിലായോ? ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ എൻക്വയറി തീരുന്നത് വരെ അയാൾ എന്ത് ചെയ്യാം, പിടിച്ച് കസ്റ്റഡി വെക്കാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്ത provided that അത് വെച്ചു. No person against whom proceedings are not being taken under section 108, section 109, section 110 shall be directed to execute bond for maintaining good behavior. B. The conditions of such bond, whether as to the amount thereof or as to the provisions of sureties or the number thereof or the pecuniary extent of their liability, shall not be more onerous than those specified in the order under section 111. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? നോ പേഴ്സൺ അവേഴ്സ് ദ പ്രൊസീഡിങ്സ് ആർ നോട്ട് ബി ടേക്കൺ അണ്ടർ സെക്ഷൻ 108, 108 പ്രകാരം, 109 പ്രകാരം, 110 പ്രകാരം ഡയറക്റ്റ് എക്സിക്യൂട്ട് എ ബോണ്ട് മെയിൻറ്റെയിനിങ് ഗുഡ് ബിഹേവിയർ. എങ്ങനെ ചെയ്യണം? എന്നിരുന്നാലും താഴെ പറയുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ, കണ്ടീഷൻ ഓഫ് സച്ച് ബോണ്ട് വെദർ ആസ് ദ ബോണ്ട്
thereon as to be the provision of security for the number of the pecuniary extent of their liability shall not be more than onerous than those specified in order 111. 111 കൂടുതൽ പറ്റുന്ന രീതിയിലുള്ള ലൈബിലിറ്റിയും സെക്യൂരിറ്റിയും ഒന്നും വെക്കാൻ പാടില്ല. 111 എത്ര വർഷമാണ് പറഞ്ഞേക്കുന്നേ? 3 years. 3 years. 3 yearsൽ പറ്റുന്ന രീതിയിലുള്ള ബോണ്ടും അതിനനുസരിച്ചുള്ള എക്സിക്യൂഷനും ഒക്കെ നടത്താൻ പാടുള്ളൂ. മനസ്സിലായോ? അടുത്ത അത് വായിച്ചേ. For the purpose of this section, the fact that a person is an habitual offender or is so desperate and dangerous as to render his being at large without surety hazardous to the community may be proved by evidence of general repute or otherwise. Yes. For the purpose of this section, the fact that a person is to be habitual offender. ഒരു പേഴ്സൺ എന്താണെങ്കിൽ ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ or is so desperate and dangerous as a render his being at large without security or hazardous to community may be provided by evidence of general repute of otherwise. ഈ സെക്ഷന് വേണ്ടി for the purpose of the section, the fact that a person is a habitual offender, ഒരു വ്യക്തി ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ or is of the despite of a dangerous as the render his being large without a security hazardous community, അയാൾ സമൂഹത്തിന് വേറെ ഹസാഡസ് ആണ് എങ്കിൽ may be proved by evidence generally refute otherwise, എവിഡൻസ് പ്രകാരം അത് പ്രൂവ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? with 2 or more person have been associated with together, അല്ലേ? Where 2 or more person associated together in the matter under enquiry, they may be dealt with the same as separate enquiry as the magistrate shall think just. Where വൈസേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എൻക്വയറിയും 2-3 പേരെ കൊണ്ട് നടത്താവുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത വായിച്ചേ. The inquiry under this section shall be completed within a period of 6 months from the date of its commencement. And if such inquiry is not so completed, the proceedings under this chapter shall, on the expiry of the said period, stand terminated unless for special reasons to be recorded in writing, the magistrate otherwise directs, provided that where any person has been kept in a detention pending such inquiry, the proceedings against that person, unless terminated earlier, shall stand terminated on the expiry of a period of 6 months of such detention. Yes. എന്താ പറഞ്ഞേ? The inquiry under this section shall be completed within the period of 6 months. അങ്ങ് ഒരു എൻക്വയറി ഓർഡർ ചെയ്താൽ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. From the date of its commencement, എന്നാണോ തുടങ്ങിയത് 6 മാസത്തിനകം. And if such enquiry is not completed, enquiry complete ചെയ്തില്ലെങ്കിൽ, the proceeding under this chapter shall on the expiry of the said period stand terminated. ആ എൻക്വയറി എന്ത് ചെയ്യും? ഇല്ലാതെന്ന് കരുതും, ടെർമിനേറ്റ് ചെയ്യുമെന്ന് കരുതും, അല്ലേ? സ്റ്റാൻഡ് ടെർമിനേറ്റ് അൺലസ് സ്പെഷ്യൽ റീസൺ ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ്. അല്ലെങ്കിൽ എന്ത് വേണം? സ്പെഷ്യൽ റീസൺ ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ്. സ്പെഷ്യൽ റീസൺ എഴുതി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, അല്ലേ? ഇൻ ദി മജിസ്ട്രേറ്റ് ഓർ അതർവൈസ് ഡയറക്റ്റ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ പ്രൊവൈഡ് ദാറ്റ്. എന്നിരുന്നാലും where any person has been kept in the detention pending such enquiry, the proceedings against that person unless terminated earlier shall stand terminated on the expiry of the 6th month. അങ്ങനെ ഒരു ആളെ കസ്റ്റഡിയിൽ വെച്ചാൽ അയാള് എൻക്വയറി 6 മാസം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ അയാളുടെ കസ്റ്റഡി എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പോക്സോ കേസിൽ ഉൾപ്പെട്ടയാൾക്ക് 90 ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് അയാൾക്ക് എന്ത് കിട്ടിയത്? ജാമ്യം കിട്ടിയത്. മനസ്സിലായോ? അല്ല, 6 months 180 days അല്ലേ സർ?
6 months ആകുമ്പോൾ 180 days ആ വരും. 60 എന്ന് പറഞ്ഞാൽ 180 ആണ്. ഇത് നോക്കിയേ, ഒരാൾ കസ്റ്റഡി കിടക്കുകയായിരുന്നു, ആ അയാൾക്ക് കുറ്റപത്രം കൊടുത്തില്ല. ആ കുറ്റപത്രം കൊടുത്താൽ തന്നെ പോക്സോ ഇല്ല, ഉം. അയാൾക്ക് ജാമ്യം കിട്ടി. അതുപോലെ ഇവിടെയും അന്വേഷണം 6 മാസം കൊണ്ട് തീർന്നില്ല. ഉം. തീരാത്തത് കൊണ്ട് അയാളെ റിലീസ് ചെയ്യുന്നു. ഓക്കെ മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ. Sir, യെസ്. where any direction is made under subsection 6 permitting the continuance of proceedings, the section states may, on an application made to him by the agreed party, vacate such direction if he is satisfied that it was not based on any special reason or was perverse. അടുത്ത് നമ്മൾ പറഞ്ഞേ, where any direction is made under section 6 permitting the continuance of proceedings, അന്വേഷണം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഉണ്ടെങ്കിൽ, the session judge may, സെഷൻ ജഡ്ജിക്ക് വേണമെങ്കിൽ, on an application made him, അദ്ദേഹത്തിന്റെ മുമ്പിൽ ആപ്ലിക്കേഷൻ വന്നാൽ, by the aggrieved party, അതായത് അകത്ത് കിടക്കുന്ന ആള് ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്താൽ, അല്ലേ, മൂവ് ചെയ്താൽ, വെക്കേറ്റ് സച്ച് ഡിറ്റൻഷൻ, അയാളെ പിടിച്ച് അകത്തിട്ടേക്കാണല്ലോ, അയാളെ റിലീസ് ചെയ്യാൻ പറയാം. He satisfies that it is not based on any special reason was perverse. ആ സ്പെഷ്യൽ റീസൺ ഇല്ലാതെയാണ് ഇയാളെ ചെയ്തതെങ്കിൽ അയാളെ റിലീസ് ചെയ്യാൻ ഉത്തരവിടാവുന്നതാണ്. മനസ്സിലായോ? ബാക്കി ഇന്ന് വരുമോ? ഫ്രീ ആണ്. 6 മണി. 6:30. 6:30. ശരി. അക്കൗണ്ട് നമ്പർ തരാണ്ട് തന്നില്ല. ഞാൻ ഇന്നിപ്പോ ഇട്ടേക്കാം. ശരി, ആയിക്കോട്ടെ. ശരി. ശരി.